വെൽക്കം ടു സ്റ്റോറി ടെല്ലർ ഭാഗം 21. നഷ്ടപ്പെടലിന്റെ വേദന കഴിഞ്ഞ 5 വർഷക്കാലവും അമൃത തനിച്ചിരുന്നാണ് അനുഭവിച്ചത്. പക്ഷെ അപ്രതീക്ഷിതമായി ശ്രീദേവിനെ വീണ്ടും കണ്ടുമുട്ടിയതോടെ ആ വേദന 10 മടങ്ങായി. അവന്റെ സാമീപ്യവും സ്നേഹവും കരുതലുമെല്ലാം അവൾക്ക് പ്രണയത്തിന്റെ പുതിയ ആകാശങ്ങൾ തുറന്നു കൊടുക്കുകയായിരുന്നു. അധിക നാളത്തേക്ക് ഉണ്ടാവില്ലെന്നറിഞ്ഞിട്ടും കളഞ്ഞു കിട്ടിയ ആ പ്രണയം അവർ വീണ്ടും ആസ്വദിച്ചു. വേർപാടിന്റെ ഒരു വേവുകാലം കൂടെ അനുഭവിച്ച് നടക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും അവളുടെ നീര് വെച്ച് വീർത്ത കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിൽക്കാതെ ഒഴുകി തുടങ്ങി. കണ്ണുകൾ മുൻപത്തേതിനേക്കാളും ചുവക്കാതിരിക്കാൻ ശ്രീദേവ് അവൾക്കൊരു ടിഷ്യൂ നീട്ടി കരച്ചിൽ നിർത്താൻ ആവശ്യപ്പെട്ടു. എങ്ങനെയെങ്കിലും ആ മൂടിന്ന് പുറത്തു കിടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൾ തമാശ രൂപേണ ചോദിച്ചു, ദേവ്, ഡോക്ടർ ആശാമേനൻ പറഞ്ഞത് നീ കേട്ടോ? ഞാൻ സുന്ദരിയാണെന്ന്. അമൃത, കുറച്ചുകൂടെ സീരിയസ് ആവാമോ നിനക്ക്? നീ നിന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. അതും പറഞ്ഞ് അവൻ ആ മിറർ അമൃതയുടെ അടുത്തേക്ക് തിരിച്ചു വെച്ചു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവൾ അവളുടെ കണ്ണുകളുടെ അവസ്ഥ കണ്ടത്. അത് മുൻപത്തേതിനേക്കാളും പരിതാപകരമായിരുന്നു. ചുവന്നു വീർത്ത് കണ്ണുകൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണിനു ചുറ്റും നീര് വന്നതുകൊണ്ട് കണ്ണ് ചെറുതായി കാണപ്പെട്ടു. കണ്ണിൽ നിന്നും എപ്പോഴും വെള്ളവും വന്നുകൊണ്ടിരുന്നു. കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ ഇപ്പൊ കുറച്ചുകൂടെ വ്യക്തമായി കാണാം. ഈ അവസ്ഥയിൽ തന്നെ അച്ചു കണ്ടാൽ എന്തായാലും പേടിക്കുമെന്ന് അവൾക്ക് തോന്നി. അവൻ വണ്ടി ഓടിച്ച് അവളുടെ സ്ട്രീറ്റിലെത്തി. ദേവ്, ഇവിടെ നിർത്തിയാൽ മതി, ഞാനിവിടെ ഇറങ്ങിക്കോളാം. അമൃത ഒരു ബസ് സ്റ്റോപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വീടിന്റെ അവിടെ കൊണ്ടുപോയി വിടാടോ. അവൻ പറയുമ്പോ തന്നെ അവള് പറഞ്ഞു, ഏയ്, അതിന്റെ ആവശ്യമില്ല, ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, ഞാൻ പോയിക്കോളാം. അമൃത വേണ്ടെന്ന് തലയാട്ടി. അവൾ സീറ്റ് ബെൽറ്റ് അയച്ച് വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അവൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നായി. അവൻ വീട്ടിലേക്ക് വന്നാൽ അല്ലി കാണുമോ എന്നുള്ളൊരു ഭയമായിരുന്നു അവൾക്ക്. അവനും അവളും തമ്മിലുള്ള ബന്ധം അല്ലി ഒരിക്കലും അറിയരുതെന്നായിരുന്നു അമൃതയ്ക്ക്. പക്ഷേ ശ്രീദേവ് വിചാരിച്ചത് മറിച്ചായിരുന്നു. മാത്യു അവനെ കാണേണ്ടെന്ന് കരുതിയാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്നാണ് ശ്രീദേവ് കരുതിയത്. മാത്യുവിന്റെ പേരിൽ അവനുണ്ടായ തെറ്റിദ്ധാരണ നാൾക്കുനാൾ വർദ്ധിക്കുകയായിരുന്നു. അവളാണെങ്കിൽ അത് തിരുത്താനും പോയില്ല. ഇറങ്ങുന്നതിനിടയിൽ അവൾക്കുള്ള മരുന്നും ഓയിൽമെന്റും അവനെടുത്തു കൊടുത്തു. ഡോക്ടർ പറഞ്ഞതൊന്നും മറക്കണ്ട, നേരത്തിന് ഭക്ഷണം കഴിക്കണം, മരുന്ന് കഴിക്കണം, കണ്ണധികം സ്ട്രെയിൻ കൊടുക്കരുത്, പിന്നെ ആ ഓയിൽമെന്റ് കിടക്കുന്നതിന് മുന്നേ പുരട്ടാനും മറക്കരുത്. എന്നിട്ടും നാളേക്ക് കുറവില്ലെങ്കിൽ എന്നെ വന്നൊന്ന് കണ്ടാ മതി. ഓക്കെ ദേവ്, അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഇതൊരു താങ്ക്സ് പറയും. അങ്ങനെ വണ്ടി ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നതിന് ശേഷം അവൾ പതിയെ തിരിഞ്ഞു നോക്കി. എന്നാൽ അപ്പോഴും അവൻ അവിടെ തന്നെയായിരുന്നു, പോയിട്ടുണ്ടായിരുന്നില്ല. അവൻ അവിടെ അവളെ തന്നെ നോക്കി നിൽക്കായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കുമെന്ന് അവനും കരുതിയിരുന്നില്ല. അവന്റെ മനസ്സ് 5 വർഷം മുന്നേയുള്ള ആ അമൃതയെ ഓർത്തെടുക്കായിരുന്നു. തന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയിൽ നിന്നും അവൾ ആകെ മാറിയതുപോലെ അവന് തോന്നി. പക്ഷെ ഇപ്പോഴും തനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറായുള്ള അവളെ നോക്കിയിരിക്കുമ്പോൾ അവന്റെ മനസ്സ് സ്നേഹം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. അവൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് എന്തോ ആലോചിച്ചതിനു ശേഷം തിരികെ അവന്റെ അടുത്തേക്ക് തന്നെ വന്നു. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ദേവ്. കൺഗ്രാറ്റുലേഷൻസ്. ഇത് കേട്ടതും ശ്രീദേവിന്റെ മുഖഭാവം പെട്ടെന്ന് മാറി. നീ ഇത് പറയാനാണോ തിരിച്ചു വന്നത്? അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേവ്, പാർവതി നല്ല കുട്ടിയാണ്. നീയും നിന്നെപ്പോലെ ഒരാളെ പാർട്ണറായി കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നിന്റെ ഒപ്പം ചെലവഴിക്കുന്ന ഓരോ സമയവും എനിക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ ജീവിതകാലം മുഴുവൻ നിന്നോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ അവളുടെ കാര്യമോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നും ഹാപ്പി ആയിരിക്കാൻ പറ്റട്ടെ. നമുക്ക് ഏറ്റവും ചേരുന്ന ഒരാളെ കണ്ടുമുട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഒരേ വൈബുള്ള, നമ്മളെ മനസ്സിലാക്കുന്ന, ഒരേ ഫാമിലി സ്റ്റാറ്റസുള്ള ആൾക്കാരെ നമുക്ക് പാർട്ണറായി കിട്ടാനും ഒരു ഭാഗ്യം വേണം. അതെല്ലാവർക്കും ലഭിച്ചെന്ന് വരില്ല. അവളുടെ കണ്ണിന്ന് കണ്ണുനീർ വന്നു. 5 വർഷം മുമ്പ് ഒരു രാത്രിയിലെ രാജലക്ഷ്മി ഡോക്ടറുടെ അടുത്ത് ചെന്നുപെട്ട ആ ഒരു പെൺകുട്ടിയായി മാറി അവള്. അന്നെല്ലാം അവളെ സ്വയം ശപിച്ച് ജീവിക്കുകയായിരുന്നു. സ്നേഹിച്ചിട്ടും ഒന്നിച്ച് കഴിയാൻ കഴിയാതെ പോയ ആ ദുർവിധിക്ക് അവൾ അവളെ തന്നെ പഴിച്ചു, ശപിച്ചു. എന്തുകൊണ്ട് ശ്രീദേവിനുള്ളതുപോലൊരു ഫാമിലി എനിക്കും തന്നില്ല? അവന്റെ ഫാമിലി സ്റ്റാറ്റസുമായി ചേർന്നു പോകുന്ന ഒരു ഫാമിലി എന്തുകൊണ്ട് തനിക്കുണ്ടായില്ല എന്നൊക്കെ ചോദിച്ച് അവൾ നിരന്തരം ദൈവത്തെ ചോദ്യം ചെയ്യുമായിരുന്നു. പക്ഷെ അതൊരിക്കലും നടക്കാത്ത സ്വപ്നമായിരുന്നു. അവരൊരിക്കലും ഒന്നിക്കില്ലെന്ന് കണ്ടുമുട്ടുമ്പോഴേ അവരുടെ വിധിയിൽ എഴുതി ചേർത്തിട്ടുണ്ടാവണം. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം അവൾക്ക് സന്തോഷമുണ്ട്. വീണ്ടും കണ്ടുമുട്ടില്ലെന്ന് ഉറപ്പിച്ചിരുന്ന അവനെ വീണ്ടും തന്റെ കൺമുന്നിൽ എത്തിച്ചതിന്. ചില കാര്യങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കില്ല. അവൾ മനസ്സിൽ മന്ത്രിച്ചു. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ ഫ്രണ്ട്. അവൾ അവനെ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഫ്രണ്ട് എന്ന് അവൾ മനഃപൂർവ്വം വിളിച്ചതാണ്. ജീവിതത്തിൽ നിന്നും മായ്ച്ചു കളയേണ്ട ചിലതിനെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം. എത്ര കൊതിച്ചാലും കിട്ടാത്ത ഒന്നുണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിൽ. അവൾക്കത് ശ്രീദേവാണ്.
പക്ഷേ അവനോടുള്ള പ്രണയത്തിന് അതൊരു തടസ്സമേ അല്ല. 5 വർഷം കൊണ്ട് തന്റെ ആഗ്രഹങ്ങളെ എവിടം വരെ കൊണ്ടുപോവാം എന്ന് അവൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. എന്നാലും അവനോടുള്ള പ്രണയം മാത്രം അതങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അത് അവന് വേണ്ടി ആയിരുന്നില്ല, അവൾക്ക് വേണ്ടി തന്നെയായിരുന്നു. ആ പ്രണയമാണ് അവളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്, ഇപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ തിരിഞ്ഞു നോക്കുന്നതും നോക്കി അവൻ അവിടെ നിൽപ്പുണ്ടാവുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ വേഗം നടന്നു. ഇനിയും അവനെ ഫേസ് ചെയ്യാൻ കഴിയില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു ബൈ പറയാൻ പോലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴാണ് പുറകിൽ നിന്നും അവൻ വിളിച്ചത്. അമൃത! വിളിക്കാൻ കാത്തു നിന്നതുപോലെ അവൾ തിരിഞ്ഞു നിന്നു. അപ്പോഴേക്കും അവൻ അവളുടെ തൊട്ടടുത്തെത്തിയിരുന്നു. നിന്റെ നെക്ലേസ് നിനക്ക് വേണ്ടേ? ആ ചോദ്യം കേട്ട് അവൾ അമ്പരന്നു. അവളുടെ മറുപടി വരുന്നതിന് മുന്നേ തന്നെ അവൻ പോക്കറ്റിൽ നിന്നും മാല എടുത്ത് നീട്ടി. അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോ ആ നീട്ടിയ കൈ അവൻ പിൻവലിച്ചു. എന്നിട്ട് അവളുടെ മുടി ഒതുക്കി അവൻ തന്നെ അത് അവളുടെ കഴുത്തിലിട്ടു കൊടുത്തു. ഓരോ നിമിഷവും ഓരോ സ്പർശവും അവളെ 7 വർഷം മുമ്പുള്ള ഒരു ദിവസത്തിൽ കൊണ്ടുചെന്ന് നിർത്തി. അവൻ അവൾക്ക് അതാദ്യമായി നൽകിയ ആ ദിവസത്തിലേക്ക്. താങ്ക് യു, അവൾ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവിടെ ഒരു മഴ പെയ്തു. അവർ രണ്ടുപേരും ഒന്നിച്ച് ആകാശത്തേക്ക് നോക്കി. എന്നിട്ട് പരസ്പരം പുഞ്ചിരിച്ചു. പണ്ടത്തെ പ്രണയിനികളായിരുന്നെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും അവരാ മഴ ആസ്വദിച്ചേനെ. അങ്ങനെ എന്തോ ഓർത്തതുപോലെ അവൾ പറഞ്ഞു. മഴ പെയ്തു തുടങ്ങി, ഞാൻ പോട്ടെ. അവളുടെ ശബ്ദം ഇത്തിരി പരുഷമായി. നീയും വേഗം ചെല്ലേ. എന്നെ വീട്ടിലാക്കിയതിന് താങ്ക് യു എന്ന് കൂട്ടിച്ചേർത്ത് അവൾ തിരിഞ്ഞു നടന്നു. അവനൊരു അക്ഷരം പോലും മിണ്ടാതെ അവളെ നോക്കി നിന്നതേയുള്ളൂ. ഗുഡ് ബൈ, അവൾ വീണ്ടും തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അവൾ പതിയെ പതിയെ അവന്റെ കണ്ണുകളിൽ നിന്നും അപ്രത്യക്ഷമായി. വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ എത്ര തവണ അവൾ കണ്ണു തുടച്ചുവെന്ന് അവൾക്ക് പോലും അറിയില്ല. അവന്റെ കൂടെ ഇരിക്കാൻ അവളുടെ മനസ്സ് കൊതിച്ചുകൊണ്ടേയിരുന്നു. ദേവ്, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അതെനിക്കൊരിക്കലും നിർത്താൻ കഴിയില്ലെന്ന് പറഞ്ഞാ നിനക്ക് മനസ്സിലാകുമോ എന്ന് അവനോട് പറയണമെന്ന് തോന്നി. കാറിലേക്ക് തിരികെ നടന്ന് അവൻ സീറ്റിലേക്ക് ചാരിയിരുന്നു. മഴ പെയ്തുകൊണ്ടിരുന്നു, പുറത്തും അതുപോലെ അവന്റെ മനസ്സിലും. പിറ്റേന്ന് രാത്രി ആര്യന്റെ കീമോതെറാപ്പിക്ക് മുമ്പ് അമൃത ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നുപോയി. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. രാത്രി വൈകിയതിനാൽ അവിടെ ആരും ഉണ്ടാവില്ലെന്ന് ഓർത്താണ് അവൾ പോയത്. കയ്യിൽ ഒരു പ്ലേറ്റ് കുക്കീസ് പിടിച്ച് അവൾ മാത്യുവിന്റെ ഓഫീസ് റൂം തള്ളി തുറന്നു. മാത്യു, ഞാനെന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. അതും പറഞ്ഞ് റൂം തുറന്നപ്പോൾ അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവിടെ ശ്രീദേവ് ഇരിപ്പുണ്ടായിരുന്നു. അവൾ അവിടെ അവനെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിന്നെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ പ്ലേറ്റ് അവർക്ക് നേരെ നീട്ടി. അവൾ ശ്രീദേവിന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. ശ്രീദേവ് തിരിഞ്ഞിരുന്ന് വീണ്ടും മാത്യുവിനെ തന്നെ നോക്കി. അവൻ അവിടെ ഒരു രോഗിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു. നാളെ സർജറിക്കുള്ള ഒരു പേഷ്യന്റിന്റെ ചില കാര്യങ്ങൾ ചോദിക്കാനും ചില സംശയങ്ങൾ തീർക്കാനുമാണ് ഈ രാത്രി അവൻ അവിടെ വന്നത്. മാത്യുവും ഈ സമയം അമൃതയെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ശ്രീദേവിനോട് ഒരു നിമിഷമെന്ന് കൈകൊണ്ട് കാണിച്ച് അവൻ അമൃതയോട് ചോദിച്ചു, നീ എന്താ ഇവിടെ? അവൾക്കാണെങ്കിൽ വന്ന കാര്യം എന്തിനാണെന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. ആര്യന്റെ കാര്യം സംസാരിക്കാൻ പറ്റിയ ഒരു സന്ദർഭമായിരുന്നില്ല അത്. അവൾ വേഗം വിഷയം മാറ്റാൻ പറഞ്ഞു. ഞാൻ ഈ കുക്കീസ് ഉണ്ടാക്കിയപ്പോൾ അവൾക്ക് പറഞ്ഞു മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഓ ഓക്കെ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഇതെന്താ ഇങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ട് മാത്യു പറഞ്ഞു. ഇപ്പോ ഈ പേഷ്യന്റ് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. നേരെ സർജറിക്ക് കയറ്റാം, നോ പ്രോബ്ലം. സർജറിക്ക് ശേഷം കണ്ടീഷൻ ഇനിയും മോശമാവുകയാണെങ്കിൽ മാത്രം ഡയാലിസിസിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അത് പക്ഷേ അവരോട് പ്രത്യേകം പറയണമെന്ന് മാത്രം മാത്യു ശ്രീദേവിനോട് വിശദീകരിച്ചു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. നാളെ എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ ഐ വിൽ കോൾ യു. അതും പറഞ്ഞ് ശ്രീദേവ് ആ ചെയറിന്ന് എഴുന്നേറ്റു. ഹോ ഷുവർ. മാത്യുവും എഴുന്നേറ്റ് നിന്ന് കൈ കൊടുത്തു. എന്നിട്ട് മേശപ്പുറത്തിരുന്ന ആ കുക്കീസ് ശ്രീദേവിന് നീട്ടി. അപ്പോൾ അമൃതയും എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. നോ, എനിക്ക് വേണ്ട, ശ്രീദേവ് നിരസിച്ചു. ഒരു കുക്കീസ് എടുത്ത് കഴിച്ചുകൊണ്ട് മാത്യു നിർബന്ധിച്ചു. നല്ല ചൂടുണ്ട്, അമൃത ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളൂന്ന് തോന്നുന്നു, ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അവളുടെ മുഖത്ത് പോലും നോക്കാതെ അവൻ പറഞ്ഞു, എനിക്കിന്ന് ഒരു ഡിന്നറിന് പോണം വിത്ത് മൈ ഫിയാൻസി. സോ വെറുതെ എന്തിനാ വിശപ്പ് കളയുന്നത്? അമൃതയുടെ മനസ്സിൽ വേദനയുടെ ഒരു മുള പൊട്ടി. എങ്കിലും അവൾ അവനോട് ചിരിച്ചു കാണിച്ചു. അവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവൾ അവിടെ ഇരുന്ന് ഒരു ദീർഘനിശ്വാസം എടുത്തു. സത്യത്തിൽ അവൾക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം തോന്നി. അവൻ അവിടെ ഉണ്ടാകുന്ന അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അമൃതയുടെ മുഖം കണ്ട് മാത്യു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തു പറ്റി? നിനക്ക് അസൂയ തോന്നിയോ? അമൃത പറയും, ഏയ് ഒരിക്കലുമില്ല, എനിക്കെന്തിനാ അസൂയ? അവൾ ലാഘവത്തോടെ അന്വേഷിച്ചു. അതൊക്കെ പോട്ടെ, കുക്കീസ് എങ്ങനെയുണ്ട്, കൊള്ളാമോ? അവൾ വിഷയം മാറ്റാനായി പറഞ്ഞു.
ഓ അതോ അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. മാത്യുവും പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിന്നില്ല. ശ്രീദേവ് പുറത്തിറങ്ങി കാറിലേക്ക് കയറുന്നത് വരെ അവരെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അവരെ ഒന്നിച്ചു കാണുന്നതും അവന്റെ മനസ്സിനെ മുറിവേറ്റുകൊണ്ടിരുന്നു. എത്ര മറക്കാൻ ശ്രമിച്ചാലും അവർ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള മുഖങ്ങൾ അവന്റെ മനസ്സിനെ കൂടുതൽ മുറിവേൽപ്പിച്ചു. മാത്യുവിനോട് സംസാരിച്ചിറങ്ങിയതിനു ശേഷം അവൾ നേരെ ആര്യന്റെ റൂമിലേക്കാണ് പോയത്. നാളത്തെ കീമോ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അവൾക്കറിയാമായിരുന്നു. അവന്റെ ദയനീയമായ മുഖത്തേക്ക് നോക്കുന്തോറും അവൾക്ക് അവളുടെ സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2 കീമോയുടെയും സൈഡ് എഫക്റ്റ് അവനെ അപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നു. ഛർദിയും വയറിളക്കവും കാരണം അവൻ ഒന്നുകൂടെ ക്ഷീണിച്ചു. അമ്മേ, എനിക്ക് ഉറക്കം വരുന്നു, അച്ചു പറഞ്ഞപ്പോൾ അമൃത പറയും, വാ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്ക്. അവൾ അവനെ സ്നേഹത്തോടെ വിളിച്ചു. ഈ പ്രായത്തിൽ തന്റെ കുഞ്ഞനുഭവിച്ച വേദനകൾ ഓർത്തപ്പോൾ അവളുടെ ഹൃദയം മരവിച്ചു. ഇനിയൊരു അമ്മയ്ക്കും ഈ ഒരു ഗതി വരുത്തരുതെന്ന് അവൾ പ്രാർത്ഥിച്ചു. അമ്മ എന്തിനും വിഷമിക്കുന്നത്? അമ്മയുടെ കണ്ണ് റെഡിയായില്ലേ ഇതുവരെ? വേഗം വേദാവട്ടോ, വിഷമിക്കേണ്ട, അച്ചു അവൾക്ക് ഉമ്മ കൊടുത്തുകൊണ്ട് തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അച്ചുവിനെ മാറോട് ചേർത്ത് കിടത്തി. അവനെ എപ്പോ വേണമെങ്കിലും മരണം തട്ടിപ്പറിച്ചെടുക്കുമെന്നുള്ള ബോധ്യം അവളിലുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായി തന്റെ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ചേർത്തു പിടിച്ചതും ആ പ്രാർത്ഥനയും ഇനി ഏതെങ്കിലും ദൈവങ്ങൾ കേൾക്കുമോ? അച്ചു ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവൾ എഴുന്നേറ്റ് പുറത്തു പോവാൻ തുടങ്ങി. അപ്പോഴും വേദന കൊണ്ട് അവന്റെ ഞരക്കങ്ങൾ അവൾക്ക് കേൾക്കാമായിരുന്നു. പുറത്ത് അവന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാൻ മാത്യു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഉറങ്ങിയോ? മാത്യു ചോദിച്ചു. ഓവ്, പക്ഷേ എപ്പോ വേണമെങ്കിലും ഉണരാം. എന്റെ കുഞ്ഞൊന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് എത്ര കാലമായി? അവൾ സങ്കടം കൊണ്ട് പറഞ്ഞു. അമൃത, ആര്യന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. അമൃതയുടെ മുഖത്ത് നോക്കി ഇതെങ്ങനെ പറയുന്നറിയാതെ മാത്യു നിന്നു. നീ എന്തിനും തയ്യാറായിരിക്കണം. അവന്റെ മുന്നത്തെ കീമോ പോലെയല്ല ഇനി നടക്കാൻ പോകുന്ന കീമോതെറാപ്പി. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഈ ഡ്രഗ്സ് എല്ലാം അവന്റെ കുഞ്ഞു ശരീരത്തിൽ ഏൽക്കാതായിരിക്കുന്നു. അതിന്റെ എഫക്റ്റ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇപ്പത് അവന്റെ ലിവർ ഫംഗ്ഷനെ കൂടെ ബാധിച്ചിട്ടുണ്ട്. അവനിപ്പോ ഒരു ഹെപ്പറ്റൈറ്റിസ് പേഷ്യന്റ് കൂടെയാണ്. മാത്യു മടിച്ചാണ് അമൃതയ്ക്ക് ഓരോന്നും പറഞ്ഞു കൊടുത്തത്. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവനവിടെ നിന്നു. നീ എന്തിനും തയ്യാറായിരിക്കണം എന്ന വാക്കുകൾ കൂടുതൽ ഉച്ചത്തിൽ അവളുടെ കാതുകളിൽ മുഴങ്ങി. അങ്ങനെ ഈ ഭാഗവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും താങ്ക്